ഇന്ന് നല്ലൊരു പീസ്ഫുൾ ഡേ ആട്ടോ. സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നല്ലൊരു സമാധാനമുള്ളൊരു ദിവസം. അപ്പോൾ രാവിലെ തന്നെ റമദാനൊക്കെ വരല്ലേ, അപ്പോൾ ഉമ്മച്ചി രാവിലെ തന്നെ എല്ലാ മസാലകളും കഴുകി വാരി അത് വെയിലത്ത് വെക്കുന്നുണ്ട് പൊടിക്കാനായിട്ട്. ഇതിന് ഉണങ്ങി കഴിയുമ്പോൾ നമ്മളിത് പൊടിച്ച് മസാലയാക്കും. അതിനുശേഷം ഞാനെന്ത് വിചാരിച്ചു, ഇന്ന് ഹെയറിൽ കുറച്ച് ചെമ്പരത്തി താളി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യാം. അതിനായിട്ട് നമ്മൾ എന്ത് ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോഴാണോ അതിലൊരു റിസൾട്ട് ഉള്ളൂ. ഞാൻ മിക്കപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ് ഈ ചെമ്പരത്തി താളി. അപ്പോൾ ഒന്ന് ചെയ്യാമെന്ന് ഓർത്തു. അങ്ങനെ ഞാൻ ഇന്ന് കുറച്ച് ചെമ്പരത്തിയൊക്കെ പറിച്ച്, ചെമ്പരത്താളിനൊക്കെ വളരെ സിമ്പിളാണ്, പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ജസ്റ്റ് ആ ഇലകളും അതിൻ്റെ ആ പൂവും പറിച്ചെടുത്ത് ഇച്ചിരി വെള്ളം ചേർത്ത് മിക്സിയിലിട്ടടിക്കുക. ഇതൊരു നോർമൽ താളിയാണ്. നമുക്കിതിലേക്ക് കുറച്ചുകൂടെ ഗുണങ്ങൾ വേണം എന്നാണെങ്കിൽ കറ്റാർവാഴ, വേപ്പിലയുടെ ആ ഇല, എന്താ പറയുക, നിങ്ങൾക്ക് പേരയുടെ ഇലയോ അതൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യുക. അതൊക്കെ നമുക്ക് ഹെയറിന് നല്ലതായിട്ടുള്ള സംഭവം തന്നെയാണ് കേട്ടോ. ഹെയറിൽ നമ്മളെന്ന് വെച്ചാൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക, സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഒരു 15 മിനിറ്റ് കീപ്പ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇത് മസാജ് ചെയ്തിട്ട് വെള്ളം വെച്ച് നന്നായിട്ട് കഴുകി മാറ്റാം കേട്ടോ. ഷാമ്പൂ ഒന്നും യൂസ് ചെയ്യേണ്ട. ഞാനങ്ങനെ ഓയിൽ ഇട്ടിട്ടില്ല, ഒരു ചെറിയൊരു ഓയിൽ ചെറിയ രീതിയിലാണ് അപ്ലൈ ചെയ്തിട്ടുണ്ടായുള്ളൂ. ഒരുപാട് ഓയിലൊക്കെ ഇടുവാണെങ്കിൽ ഇച്ചിരി ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഇതിൽ ഷാമ്പൂ അങ്ങനെ യൂസ് ചെയ്ത് വാഷ് ഔട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ ഒരു സിമ്പിൾ ചെമ്പരത്തി താളി നിങ്ങൾക്ക് ഉണ്ടാക്കാം കേട്ടോ.